പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ ജനപക്ഷ യാത്ര സംഘടിപ്പിച്ച LDF കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി 18 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കൊണ്ടാഴി പഞ്ചായത്ത് ഭരണസമിതിക്കായില്ല എന്ന ആരോപണവുമായി CPM രംഗത്ത്. പഞ്ചായത്തിലെ 136ഓളം ഗ്രാമീണ റോഡുകൾ ഇപ്പോഴും നവീകരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞില്ലെന്നും അനധികൃത നിയമനങ്ങൾ ഒട്ടേറെ നടത്തിയെന്നും കണക്കില്ലാത്ത അഴിമതി നടത്തിയെന്നും CPM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം T ഗോകുലൻ ആരോപിച്ചു. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളൊന്നും നടപ്പാക്കാത്ത പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയാണ് LDF കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപക്ഷയാത്ര സംഘടിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ അഴിമതിയുടെ കൂത്തരങ്ങായി ഫണ്ട് ചിലവാക്കാൻ വേണ്ടി കൊണ്ടാഴി പഞ്ചായത്ത് കെട്ടിടം നവീകരിക്കുകയാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുവന്ന് നവീകരണം നടത്തി. ആ നവീകരണം നടത്തിയതിൽ എത്ര കോടി രൂപ ചിലവാക്കി, എത്രയാണ് ചെലവ്, എത്രയാണ് വരവ്, കണക്കില്ല. ഒരു കണക്കും അവതരിപ്പിക്കാതെ കെട്ടിടം നവീകരിച്ചു എന്ന് പ്രഖ്യാപിച്ചു ഉദ്ഘാടനം. അത് വലിയ അഴിമതിയാണ് നടന്നത്, ദൂർത്താണ് നടന്നത്. അപ്പോൾ ഇതിനെതിരെയൊക്കെ കൊണ്ടാഴി പഞ്ചായത്തിലെ പൊതുവായ വികസനങ്ങളിൽ നടക്കേണ്ട കഴിഞ്ഞ 5 വർഷക്കാലം UDF ഇറക്കിയ പ്രകടന പത്രികയുണ്ട്. ആ പ്രകടന പത്രികയിലെ ഒന്നുപോലും നടപ്പിലാക്കാത്ത ഒരു ഭരണസമിതിയാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതായത് ഈ മാസം 27, 28, 29 തീയതികളിൽ ജനപക്ഷ യാത്ര നടത്തുകയാണ്. 16 വാർഡിലും സഞ്ചരിക്കും. ആ 16 വാർഡുകളിലും ആ വാർഡിൽ നടക്കാത്ത വിഷയങ്ങളെക്കുറിച്ചുള്ള കുറ്റപത്രം സമർപ്പിച്ച് നാട്ടുകാരെ കൂട്ടി കുറ്റവിചാരണ നടത്തി 29-ാം തീയതി പഞ്ചായത്തിന് മുൻപിൽ ഈ 15 വാർഡുകളിലും നടക്കാതെ പോയ വികസന പ്രവർത്തനങ്ങളുടെ കുറ്റപത്രം സമർപ്പിച്ച് കുറ്റവിചാരണ നടത്തുക എന്നതാണ് ഈ 3 ദിവസമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടാഴി പഞ്ചായത്തിൽ ആഗ്രഹിക്കുന്നത്. ഗ്രൗണ്ട് നവീകരണം പൂർത്തിയാക്കിയില്ല എന്ന് മാത്രമല്ല, അതിലും അഴിമതി നടത്തിയ ഭരണസമിതിയാണ് ഇപ്പോഴുള്ളതെന്നും മായന്നൂർ പാലത്തിലെ CCTV പ്രവർത്തിക്കുന്നില്ല എന്ന് മാത്രമല്ല, പാലത്തിലെ തെരുവ് വിളക്കുകൾ പ്രവർത്തിപ്പിക്കാനുള്ള നടപടിയെടുക്കുകയും ചെയ്യാത്ത ഭരണസമിതി അഴിമതിയുടെ കുത്തകയായിരിക്കുകയാണെന്ന് CPI ചേലക്കര മണ്ഡലം കമ്മിറ്റി അംഗം PR വിശ്വനാഥൻ ആരോപിച്ചു. 24 മണിക്കൂറും കണ്ണു തുറന്നിരിക്കണമെന്ന് തീരുമാനിച്ച ഭാഗമായി മായന്നൂർ പാലത്തിന്റെ അവിടെ CCTV വെച്ചിട്ടുണ്ട്. അതിന്റെ അവസ്ഥ എന്താ? പ്രവർത്തിപ്പിക്കുന്നില്ല. അങ്ങനെ അതുകൊണ്ട് ഈ പ്രതികളെ പിടികൂടുന്നതിന് വലിയ ശ്രമകരമായ ഇടപെടൽ നടത്തേണ്ടത് പോലീസിന്, ഒറ്റപ്പാലം പോലീസിന്, അങ്ങനെ പഴഞ്ഞൂർ പോലീസിന് ഇടപെട്ടു. അത് പിടികൂടി. മറ്റു കടകളെ ആശ്രയിച്ചായിരുന്നു ചെയ്തത്. പഞ്ചായത്ത് ആ CCTV ക്യാമറകളെ പ്രവർത്തിപ്പിക്കുന്നില്ല. പാറമേൽപ്പടിയിൽ ഇതുപോലെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്, അതും പ്രവർത്തിപ്പിക്കുന്നില്ല. ലൈറ്റ് ഒരെണ്ണം കത്തുന്നില്ല. ഇരുട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ് മായന്നൂർ പാലം. കവിതാ ജ്വല്ലറിയുടെ ഉടമസ്ഥനെ കണ്ട് ഈ കാര്യം അവതരിപ്പിച്ചാൽ അവർ ചെയ്തോളും മെയിൻ്റനൻസ്. അവരാണ് കണ്ടുപിടി നടക്കുന്നത്. ഇത് പറയാനുള്ള സമയമില്ല. എന്നാലോ ഏതെങ്കിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷങ്ങളോ മറ്റു പാർട്ടിക്കാരോ ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ പത്രമാധ്യമക്കാരെ വിളിച്ചുകൊണ്ട് വാചകക്കസർത്ത് നടത്തി ചക്ക എന്ന് പറയുമ്പോൾ ചുക്കു എന്ന് പറയുന്ന ഒരു ഭരണസമിതിയുടെ നേതാവും ഭരണസമിതിയുടെ പ്രസിഡന്റാണ് ഇവിടെ നിൽക്കുന്നത്. CPM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം CA സുനിൽകുമാർ, കൊണ്ടാഴി കർഷക സംഘം മേഖലാ കമ്മിറ്റി സെക്രട്ടറി അമ്പിളി പുഴയോരം തുടങ്ങിയവർ സന്നിധരായിരുന്നു.